കാലമുണ്ടായതിനു ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ദൈവം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ട സകലതും ദൈവം ഈ ഭൂമിയിൽ സ്വരൂപിച്ചു. എന്നിട്ട് യെശയ്യാ പ്രവചനം മുഖാന്തരം നമുക്ക് അതിന് വെളിപ്പാടുന്നു. വെറുതെയല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്, അത് മനുഷ്യന്റെ പാർപ്പിനായിട്ട് അത്ര സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് പാർക്കുവാനായിട്ട് മനോഹരമായിരിക്കുന്ന ഭൂമി, മനുഷ്യന് വേണ്ടതെല്ലാം ഇവിടെ സൃഷ്ടിച്ചു വെച്ചതിന് ശേഷം മനുഷ്യനെ തന്റെ സ്വന്തം കരങ്ങളാൽ സൃഷ്ടിച്ചു. അവനെ ഏദൻ പർദീസയിൽ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. നോക്ക് പ്രിയപ്പെട്ട, അവന് കാലങ്ങളെയും സമയങ്ങളെയും നിശ്ചയിച്ചു. അവനിതാ ദൈവത്തിന് മുമ്പിൽ മകനും വിശ്വത്തിനുമായിട്ട് ദൈവത്തോടുകൂടെ സന്ധ്യാസമയങ്ങളിലും ആ വെയിലാറുന്ന സമയത്ത് യഹോവയായിരിക്കും ദൈവമായിട്ട് അവർക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന കൂട്ടായ്മ പോലല്ല, ദൈവം ആത്മാവായിരിക്കുന്നതിനാൽ ആത്മാവായിരിക്കുന്ന ദൈവം അവരോട് കൂടെ എന്താണ് സംവാദിച്ചു പോരുന്നു. എന്നാൽ പ്രിയപ്പെട്ട, ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹവും കരുതലും എന്തായിരുന്നു? മനുഷ്യൻ എന്നോട് കൂടെ ജീവിക്കണം, മരണമില്ലാത്ത നിത്യനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന എന്നോട് കൂടെ മനുഷ്യനും പാപമില്ലാത്തവനായിട്ട് എന്നേക്കും ജീവിക്കണം. പക്ഷെ എന്നോട് കൂടെ ജീവിക്കാൻ അവൻ യോഗ്യനാണോ എങ്ങനെ തെളിയിക്കപ്പെടും? അവൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഞാൻ മരണമില്ലാത്തവനായിട്ട് എന്നോട് കൂടെ വാസം ചെയ്യും. അതിനുവേണ്ടി ഞാൻ ജീവവൃക്ഷത്തിന്റെ ആ ഫലവും ഞാൻ അവന് തിന്മാൻ അനുവദിക്കും. എന്നാൽ പ്രിയപ്പെട്ട, മനുഷ്യൻ എന്ത് ചെയ്തു? പരീക്ഷാ ദിവസത്തെ തോറ്റുപോയി.